ഇന്ന് നമുക്ക് രണ്ടുപേരുടെ വീഡിയോ കാണാനുണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന പച്ചക്കുതിരയിലുള്ള ആകാശു എന്നറിയപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാനുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം പെട്രോൾ മുരളീധരൻ എന്നറിയപ്പെടുന്ന വി മുരളീധരൻ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിനും കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവര് രണ്ടുപേരും പറഞ്ഞുകൊണ്ടുവന്ന വിഷയം വേറൊന്നിനെ കുറിച്ചുമല്ല. ബീഹാർ ഇപ്പോ ഇന്ത്യ സഖ്യാണല്ലോ ഭരിക്കുന്നത്. SAR നടപ്പിലാക്കിയതിനു ശേഷം ആർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്ന ഒരു കോലത്തിൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടുപേരും നമ്മുടെ സോഷ്യൽ മീഡിയ കിടന്ന് വിരകുന്നത്. എന്തായാലും നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് പച്ചക്കുതിരയിലുള്ള ദിലീപ് എന്നറിയപ്പെടുന്ന ശ്രീജിത്ത് പണിക്കരെ വിളിച്ചിട്ട് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടി കൊടുത്തതിന് ശേഷം നമുക്ക് വി മുരളീധരനിലോട്ട് പോകാം. ആകാശിനെ വിളി. അങ്ങനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒരു തരത്തിലുള്ള അട്ടിമറിയുമില്ലാതെ BJPയും JDUവും ചേർന്നിട്ടുള്ള സഖ്യകക്ഷി അവിടെ ഭരണം നിലനിർത്തുകയാണ്. ഒരു തരത്തിലുള്ള അട്ടിമറിയും ഇല്ലാതെയാണ് BJP ബീഹാറിൽ ഭരണം നിലനിർത്തുന്നതാണെന്നല്ലേ നമ്മുടെ ആകാശ് പറഞ്ഞുകൊണ്ട് വന്നത്. ആകാശ് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നുണ്ടല്ലേ. തലച്ചോറ്റിനകത്ത് ചാണകമില്ലാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ലടാ. കാരണം SAR നടപ്പിലാക്കിയതിനു ശേഷം അത് കഴിഞ്ഞിട്ട് വരുന്ന ഇലക്ഷനിൽ 90% സീറ്റും NDA കൊണ്ടുപോകാന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ബുദ്ധിയുള്ള ആളെങ്കിലും ചിന്തിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷെ നിന്നെ പോലെയുള്ള പച്ചക്കുതിരമാർ അതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ സംഖ്യകളുടെ പെട്ടി നക്കി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. യാതൊരു വിധത്തിലുള്ള അട്ടിമറിയും ഇല്ലാടാ എന്നാണ് ആകാശ് പറഞ്ഞുകൊണ്ടുവരുന്നത്. കുറച്ച് ബുദ്ധിമാണ്, എന്നാൽ അതൊക്കെ ചിന്തിക്കാൻ പറ്റും. പച്ചക്കുതിരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ വിജയിച്ചിരിക്കുന്നത് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്നാണ്. അല്ലാതെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുമിച്ച് ജയിച്ച ഇലക്ഷൻ തന്നെയാണിത്. തമാശ പറയുന്നല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിന്റെ മുൻപൊക്കെ 35-40% മറ്റുള്ളവർക്ക് സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 90% BJPക്ക് സീറ്റ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ തീർച്ചയായിട്ടും പറയില്ല ഇത് BJPയുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുമിച്ച് നടപ്പിലാക്കിയ SAR കാരണമാണെന്ന്. നമ്മളൊക്കെ വോട്ടിന് കാണില്ലടാ. തമാശ പറഞ്ഞല്ല. നമ്മളൊക്കെ കുത്തുന്നത് വേറെ ഏതെങ്കിലും പാർട്ടിക്കാണെങ്കിലും വോട്ട് പോകാൻ BJPക്ക് ആയിരിക്കും. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ പച്ചക്കുതിരക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കാവൽ പട്ടിയാണ്. മനസ്സിലായോ? SIR അവിടെ നടപ്പാക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. SAR നടപ്പിലാക്കിയത് കൊണ്ട് മാത്രമല്ല BJP സർക്കാർ 90% സീറ്റും അവിടെ പിടിച്ചത്. കുറയേണ്ടതിന് ഇപ്പോഴും നേരം കൊടുത്തിട്ടില്ല. വീട്ടിലുള്ള അടുപ്പിലൂടെ ചേര പായുന്നുണ്ട് പട്ടിണിയായിട്ട്. പട്ടിണി കിടന്നാലും സാരമില്ല, മനസ്സിലെ വർഗീയതയാണ് മുഖ്യമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയായിരിക്കണം ഒരു 50% വോട്ടും അവിടെ അങ്ങനെ മറിഞ്ഞു പോകുന്നത്. ബാക്കി 50% ഈ SAR കാരണം കക്കുമല്ലോ. അത് തന്നെയാണ് പച്ചക്കുതിരയിലുള്ള ദിലീപേട്ട. ഇതാണ് സംഭവം. അല്ലാതെ 100% സത്യസന്ധമായിട്ട് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ ഒന്നല്ല നമ്മൾ ബീഹാറിൽ കണ്ടിട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കണേക്ക് കുറച്ച് ബുദ്ധി വേണം. അല്ലാതെ ചാണക സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ നിന്നെ പോലുള്ള ഊളകൾ ഇതേപോലെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. എന്തുകൊണ്ടാണ് ജനങ്ങൾ അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബീഹാറിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്തത് എന്ന് നിന്നെ പോലുള്ള പച്ചക്കുതിരകൾക്ക് അറിയില്ല. ഒന്ന് ചിന്തിച്ചാൽ മതി, അന്നേരം മനസ്സിലാവും. ഒന്ന് വോട്ട് കട്ട്. അത് മാത്രമല്ല അവിടെ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ കൂടുതലാണ്. അത് മാത്രമല്ല കോൺഗ്രസ്സുകാരുടെ കുറെ പൊട്ടത്തരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെ തോറ്റ് പപ്പടം പോലെ ആയിപ്പോയത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലൊന്ന് നിസ്സംശയം ബീഹാർ ആയിരുന്നു. മികച്ച ഭരണം കാഴ്ചവെച്ചത് ബീഹാർ ആണെന്നോ? കഴിഞ്ഞ 10 വർഷം കൊണ്ടോ? എന്താണ് പറയുന്നത്? ഒന്നുമില്ല എന്ന് ഓരോ സെക്കൻഡ് കൈതോറും തെളിയിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ. ജനങ്ങൾ പാട്ടിനെ കൊണ്ട് നരയിക്കുന്ന സ്ഥലമാണ് ബീഹാർ. അങ്ങനെയുള്ള സ്ഥലത്ത് മികച്ച ഭരണം BJP സർക്കാർ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ നിന്റെ തലച്ചോറ്റിനകത്ത് ചാണകമുണ്ടെന്ന് പറയും. ഉണ്ടെന്ന് പറയുന്നല്ല, അതായിരിക്കും യാഥാർത്ഥ്യം. അല്ലാതെ ഇതേപോലത്തെ പൊട്ടത്തരമൊന്നും ഇവനെ പോലുള്ള ആളുകൾ വന്നിട്ട് തുപ്പില്ലല്ലോ. പച്ചക്കുതിരയിലുള്ള ദിലീപിനോട് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുക. ഇന്ത്യയിലുള്ള ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സ്റ്റേറ്റ് ആണ് ബീഹാർ. ആ ബീഹാറിൽ എന്ത് മികച്ച ഭരണം കാഴ്ചവെച്ചെന്ന് ഈ പറയുന്നത്? ഇത് കേൾക്കുന്നത് മലയാളികളാണെന്നുള്ള ഒരു ബോധം വേണം. ചാണക സംഖ്യകൾ മാത്രമല്ല നിന്റെ വീഡിയോ കാണുന്നത്. വിവരമുള്ള മലയാളികളും നീ എന്ത് പൊട്ടത്തരമാണ് തുപ്പുന്നത് എന്ന് കേൾക്കാൻ വരുന്നുണ്ട്. അവരുടെ മുൻപിൽ മുഖത്ത് നോക്കിയിട്ടാണ് ഇതേപോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മികച്ച സ്റ്റേറ്റ് ആണെന്ന്. ഇന്ത്യയിലെ ഏറ്റവും പട്ടിണിയുള്ള സംസ്ഥാനമാണ് ബീഹാർ. അത് കഴിഞ്ഞിട്ട് നിന്റെ UP. എന്തൊക്കെ പറഞ്ഞിട്ടാണ് സംഖ്യകളെ വെളുപ്പിക്കാൻ നോക്കുന്ന പൊട്ട. അപ്പം നമ്മുടെ പച്ചക്കുതിരയിലുള്ള ദിലീപ് അങ്ങോട്ട് മാറിക്കട്ടെ. നമുക്ക് പെട്രോൾ മുരളീധരൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലുള്ള കുറച്ച് ഭാഗം കണ്ടിട്ട് പെട്രോൾ മുരളീധരനും കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. കണ്ടുകൊടുക്കാം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയും ശ്രീ നിതീഷ് കുമാറിന്റെയും ജനപക്ഷ നയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ്. എന്ത് അംഗീകാരമാണെന്നാണ് നമ്മുടെ പെട്രോൾ മുരളീധരൻ പറഞ്ഞുകൊണ്ടുവന്നത്? ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകളുള്ള സംസ്ഥാനം എന്നുള്ള അംഗീകാരമാണോ? അല്ലാതെ അവിടെയൊക്കെ എന്ത് വികസനമാണ് ഇവന്മാർ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അവിടെയുള്ള ജനങ്ങളെ പട്ടിണിയിലാക്കി. അത് മാത്രമല്ല അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ വർഗീയ വിഷവും കയറ്റി കൊടുത്തു. മറ്റുള്ള മതക്കാരെ കാണുമ്പോൾ കടിച്ചു കീറാനുള്ള ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് പറയണ വലിയ അംഗീകാരമാണ് ഞങ്ങൾക്ക് തന്നതെന്ന്. അംഗീകാരം തന്നതല്ല, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം മനസ്സിൽ നിറയെ വർഗീയതയാണ്. അതുമാത്രമല്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ല. ഇതൊക്കെ ചിന്തിക്കാൻ കുറച്ച് വിവരം വേണം. സ്കൂളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിവരം ഉണ്ടാവും. സ്കൂളിൽ ആരും അയക്കുന്നില്ലാടാ അവിടെ നിന്നും. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇവർ ഭരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ ഒന്നും സ്കൂളിലോട്ട് അയക്കുന്നില്ല. കുട്ടികളെ എന്തുകൊണ്ട് സ്കൂളുകളിൽ അയക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വിവരം വരും. ഇവന്മാർ കാണിക്കുന്ന തെണ്ടിത്തരമൊക്കെ ചൂണ്ടിക്കാണിക്കും. അത് പാടില്ലല്ലോ. ചെറുപ്പത്തിൽ തന്നെ മതം കുത്തിക്കയറ്റി കൊടുത്തിട്ട് വർഗീയവാദിയാക്കി ഇടുകയാണ്. അല്ലാതെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ തെണ്ടിത്തരം ചൂണ്ടിക്കാണിക്കല്ലോ. അത് പേടിച്ചിട്ട് ഇവന്മാര് അവിടെയുള്ള കുട്ടികളെയൊന്നും വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഒരിക്കലും അനുവദിക്കില്ല. കുറച്ച് ബുദ്ധി വരുന്നുണ്ടോടാ. അപ്പൊ ചിന്തിക്കും, ഇതെന്താ നമ്മൾ പട്ടിണി എടുക്കുന്നത്, ഇവന്മാര് അടിച്ചുപൊളിയായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അവന്മാർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. പിന്നെ മുരളീധരൻ അണ്ണന്റെ കമന്റ് ബോക്സ് ഫുള്ള് തെറിയാണ് ഇതേപോലെയൊക്കെ പറഞ്ഞത് കൊണ്ട്. പിന്നെ മുരളീധരൻ അണ്ണ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ബീഹാർ പോലെ കേരളവും നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെങ്കിൽ അതൊക്കെ വെറുതെയാണ്. അത്യാവശ്യത്തിൽ കൂടുതൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്. അതില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇതേപോലെയൊക്കെ വിട്ട് കേട്ടുക. ബാക്കി പറ. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ, അതായത് വോട്ട് ചോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കക്കൽ, അത് വ്യാജ ആരോപണമാണെന്നാണ് മുരളീധരൻ അണ്ണൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അണ്ണ ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇത് കേൾക്കുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മലയാളികളാണ്, അല്ലാതെ ബീഹാറികളല്ല. മനസ്സിലാക്കണേ. ആ വ്യാജ ആരോപണങ്ങളെ മുഖവിലക്ക് ജനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു. എടാ, രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് അവർ കാണണം. ചില പഞ്ചായത്തുകളിൽ പോലും TV പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വോട്ട് ചോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് അവരും മനസ്സിലാക്കാൻ സാധ്യത കുറവാണ്. കാരണം ജനിച്ച പാടി തന്നെ ചാണകമൊക്കെ തൊട്ട് കൊടുത്തിട്ട് വർഗീയവാദിയായിട്ട് കൊണ്ടുവരുന്നതല്ലടാ. അപ്പൊ ഇതേപോലത്തെ വോട്ട് ചോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്ന് ചോദിക്കും. അത്രയും വിവരമില്ലാത്ത ആൾക്കാരാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഈ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കേരളത്തിൽ വലിയ ഊർജം നൽകുന്ന വിജയമാണ്. അപ്പൊ പെട്രോൾ മുരളീധരൻ നമ്മുടെ മലയാളികളെ കമ്പയർ ചെയ്യുന്നത് ബീഹാറികളായിട്ടാണ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിന്റെ ഒക്കെ തലച്ചോറ്റിനകത്ത് എന്താണെന്ന്. ആ തീരെ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെയും പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആളുകളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കാണിക്കുന്ന ഇതേപോലെയുള്ള മുരളീധരന്മാരെയൊക്കെ മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അടുത്ത തലമുറയിൽ വരുന്ന മക്കൾ തീർച്ചയായിട്ടും പട്ടിണി കിടന്ന് മരിക്കും. ഞാൻ പറയുന്നതല്ല, അതാണ് ചരിത്രം. ഇവന്മാര് ഭരിക്കുന്ന സ്ഥലത്തൊക്കെ പട്ടിണി മാത്രമേ ഉള്ളൂ. എന്നിട്ടും പെട്രോളും മുരളീധരനൊക്കെ മലയാളികളെയും ബീഹാറികളെയും കമ്പയർ ചെയ്യാണ്. ബീഹാർ ജയിച്ചത് നമുക്ക് അത് കേരളത്തിലും പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അനുകൂലമായിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അണ്ണാ, ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ് മലയാളികൾ. അവർ നിങ്ങളെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വിചാരം മാത്രമാണ്. അല്ലാതെ മലയാളികൾ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നില്ല. 1-2 സീറ്റ് ജയിക്കാറില്ല എന്ന് പറയുന്നില്ല. പക്ഷെ SIR നടപ്പിലാക്കിയതിന് ശേഷം ഇവന്മാര് കൂടുതൽ സീറ്റിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വോട്ട് കട്ടിട്ട് ഇവന്മാര് ഭരണം പിടിക്കും. അല്ലാതെ ബുദ്ധിയുള്ള മലയാളികളുടെ കയ്യിൽ നിന്ന് ഭരണം കിട്ടുമെന്ന് വിചാരിക്കണ്ട. മനസ്സിലായോ? വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഏത് ദിശയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാനൊന്നും പറയുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസിച്ച സംസ്ഥാനമാണ് ബീഹാർ. ചിരിപ്പിക്കോട്ടെ ഇയാളെല്ലാം നമ്മുടെ മുരളീധരനാണ്. ഏറ്റവും വലിയ പട്ടിണി സംസ്ഥാനമാണ് ഈ ബീഹാർ. അവിടെ കുറച്ച് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് മലയാളികളുടെ കണ്ണി പൊടിയിട്ടിട്ട് മലയാളികളെ പറ്റിക്കാൻ നോക്കുന്നത്. അപ്പൊ ഇതിന് നല്ല വീഡിയോ നമുക്ക് വീട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ബൈ 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 ബൈ.